പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുന്ന വിഷയം, നമ്മൾ ഈ പഴയ നിയമം വായിക്കുമ്പോൾ തിരശീല, അത് സുറിയാനിയിൽ ബിലോ എന്ന് മറ, തിരശീല ഇട്ടാണ് വായിക്കുന്നത്. അത് വായിക്കുന്ന സമയത്ത് എല്ലാവരും ഇരുന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ തിരി കത്തിച്ച് പിടിക്കുന്നില്ല. അതിനുശേഷം ഏവങ്കേലിയോൻ ശ്ലീഹാവായന വായിക്കുമ്പോൾ 2 തിരി കത്തിച്ച് പിടിച്ചാണ് വായിക്കുന്നത്. അതുപോലെ തന്നെ ശ്ലീഹ വായിക്കുമ്പോഴും തിരികൾ കത്തിച്ച് പിടിച്ചാണ് വായിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? നമുക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നവർ ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ നന്നായിരിക്കും. പഴയ നിയമം നിഴലായിട്ടാണ് സഭ കാണുന്നത്. അതിൽ എബ്രായർക്കുള്ള ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ഭാഗമായിട്ടും അംശമായിട്ടും ദൈവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കാണുന്നതിനെക്കുറിച്ച് ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ വായിക്കാം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അത് 5-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ ശ്ലീഹയുടെ 1-ാമത്തെ ലേഖനത്തിലും അതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പഴയ നിയമത്തിൽ ഈ പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അവിടെ ഇങ്ങനെ എഴുതിയേക്കുമാണ്. ആവർത്തന പുസ്തകമാണ് ഇത്, പെന്തക്കോസ്തുകാരുടെ പുസ്തകമാണ്. 66 പുസ്തകമാണ് അവരാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ അതിലും ആളുകൾ ഇത് തന്നെയാണ്, അച്ഛന്മാരടക്കം ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്ത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണെന്ന് അറിയത്തില്ല, സഭയുടെ അല്ല ഈ പുസ്തകം എന്തായാലും. അപ്പോൾ അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആവർത്തനം 14 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിൻ്റെ ഇഷ്ടം പോലെ മാടോ ആടോ വീഞ്ഞോ മദ്യമോ, ഒഴിവില്ല, വീഞ്ഞോ മദ്യമോ, ഇങ്ങനെ നീ ആഗ്രഹിക്കുന്ന ഏതിനെയും ആ പണം കൊടുത്ത് വാങ്ങി നിൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് തിന്ന് നീയും നിൻ്റെ കുടുംബവും സന്തോഷിക്കണം. ഇതുപോലെ തന്നെ പഴയ നിയമത്തിൻ്റെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചുള്ളിക്കമ്പ് പറക്കിയതിന് കൊന്നുകളയുക. മോശയുടെ അവിടെ നമുക്ക് സംഖ്യ 15 അത് വായിക്കാനായിട്ട് സാധിക്കും. കൊന്നു തള്ളുകയാണ് ചുള്ളിക്കമ്പ് പറ, ശാപത്ത് ലംഘിച്ചതിന്. പക്ഷേ അവിടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ മൊറാനേസി മിശിഹ പറയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കാൻ. നമ്മളോട് വിരോധമുള്ളവനോട് പോലും രമ്യതപ്പെടാനാണ് പറയുന്നത്. അത് താഴോട്ട് വായിക്കുമ്പോൾ ഞാനോ നിങ്ങളോട് പറയുന്നതെന്ന് ഒരുപാട് സ്ഥലത്ത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് 5-ാം അധ്യായത്തിൽ. നമുക്കത് വായിക്കാം. അതുപോലെ തന്നെ യഹോവ കൂരിരുളിൽ വസിക്കുന്നു. ഇവിടെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നതാണ് ദൈവം. പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം, സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം. യാക്കോബ് ശ്ലീഹയുടെ ഇതിൽ എഴുതി വെച്ചിരിക്കുകയാണ്, അവന് വികാരത്തിലുള്ള ആച്ഛേദനമോ സ്വഭാവ മാറ്റം ഉണ്ടാകുന്നില്ല. ഇവിടെ പഴയ ദൈവത്തിൽ നമ്മൾ കാണുകയാണ്, യഹോവ ഇടയ്ക്കിടയ്ക്ക് കോപിക്കുന്നു, ഇടയ്ക്ക് കൂട്ടുകൂടുന്നു, ഇടയ്ക്ക് കൊല്ലുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇതിനെ റൈറ്റ്ലി ഡിവൈഡ് ദ സ്ക്രിപ്ചർ, ഓർത്തോട്ടോമിയോ എന്നാണ് പറയുന്നത്. അതിനെ കൃത്യമായിട്ട് വിവേചിക്കുക. സഭയുടെ സത്യവിശ്വാസം ബൈബിൾ ഓൺലി അല്ല, സഭയുടെ പ്രാർത്ഥനകളോട് ചേർത്ത് പഠിക്കുമ്പോൾ ഈ തൃത്വ വിശ്വാസവും സഭയുടെ പ്രാർത്ഥനകളും അതിൻ്റെ സത്യവിശ്വാസവും, യാക്കോബായ സഭയുടെ സത്യവിശ്വാസം എന്താണെന്ന് മനസ്സിലാവും. അത് അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കുക. ഗലാത്യരിൽ നമ്മൾ വായിക്കുന്നത് 5-ാം അധ്യായത്തിൽ താഴേട്ട് വരുമ്പോൾ വായിക്കുന്നത് 14 കൂട്ടം തിന്മകൾ ഉണ്ട്. കോപം, വിദ്വേഷം, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, ഇങ്ങനെ പറഞ്ഞിട്ട് 14 കൂട്ടം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ 14 കൂട്ടം കാര്യങ്ങളും പല സ്ഥലങ്ങളിലായിട്ട്, എല്ലായിടത്തും അല്ല, പല സ്ഥലങ്ങളിലായിട്ട്
പ്രകാശമുള്ള സ്ഥലങ്ങളുണ്ട്, മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഈ തിന്മകൾ മുഴുവൻ കാണാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ പല 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 കർത്താക്കന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവെന്ന വാക്കിനർത്ഥം കർത്തൃത്വം നടത്തുന്ന ആളെന്നാണ്. ആരാണ് നമ്മുടെ കർത്താവ്? മോറാൻ യേശുമിശിഹയാണ് നമ്മുടെ കർത്താവ്. അത് നമ്മൾ വിശ്വാസ പ്രമാണത്തിലും പറയുന്നുണ്ട്. യേശുമിശിഹ ഏക കർത്താവിലും നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് മോറാൻ യേശുമിശിഹയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സഭയുടെ സത്യവിശ്വാസത്തിൽ കൃത്യമായിട്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. പഴയ നിയമത്തിലുള്ളത് ദൃഷ്ടാന്തങ്ങളും പ്രവചനങ്ങളും, പിന്നെ എബ്രായറിൽ എഴുതിയിരിക്കുന്നത് പോലെ ഭാഗം ഭാഗമായിട്ടും അംശമായിട്ടൊക്കെയാണ് അതിനെ കാണുന്നത്. അപ്പോൾ അതിനെ പാശ്ചാത്യ സുവിശേഷത്തിൽ പൗരസ്ത്യ സുവിശേഷത്തിലും വ്യത്യാസമുണ്ട്. പൗരസ്ത്യ സുവിശേഷം നമുക്ക് എഴുതി കൈമാറി കിട്ടിയ പ്രാർത്ഥനകളിലൂടെ ചേർത്ത് വിശുദ്ധഗന്ധം പഠിക്കുമ്പോഴാണ് സത്യവിശ്വാസം കിട്ടുന്നത്. പാശ്ചാത്യ സുവിശേഷം എന്ന് പറയുമ്പോൾ അത് അവരിങ്ങനെ നേരിട്ട് ഒരേ പഴയ നിയമം എടുക്കുന്നു, നേരിട്ടിങ്ങനെ പോരുന്നു. അങ്ങനെയാണ് അവരെല്ലാം കാണുന്നത്. അപ്പോൾ നമ്മളതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ യഹോവ സാക്ഷികളെ കൂട്ടിരുന്ന് അവരുടെ കൂട്ടത്തിൽ ഇരിക്കുന്നത് പോലെ യഹോവയെ ആരാധിച്ച് യഹോവയ്ക്ക് കൈയടിച്ച് ഇരിക്കേണ്ടതായിട്ട് വരും. സഭ അതിനെ കൃത്യമായിട്ട് ത്രിയേക ദൈവവിശ്വാസം, സഭയുടെ വിശ്വാസം തന്നെ തൃത്വവിശ്വാസമാണ്, തിയോസെൻട്രിക് വർഷിപ്പാണ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അപ്പോൾ തൃത്വവിശ്വാസത്തിലാണ് നമ്മുടെ പ്രാർത്ഥനകൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതുമെല്ലാം. തിയോസെൻട്രിക് വർഷിപ്പാണ് സഭയിലുള്ളത്. അപ്പോൾ അതിന് മറ്റു വാക്കുകൾ ഈ തൃത്വത്തിൻ്റെ ഇടയ്ക്ക് യഹോവനെ കയറ്റി വെച്ച് ചില ബുക്കുകളിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ബ്രാക്കറ്റിൽ യഹോവനെ ഇടുന്നു. ഇതൊക്കെ എവിടെ നിന്ന് വന്നതാണ്? ഒരു വാക്ക് പോലും നമുക്ക് ചേർക്കാനായിട്ട് സാധിക്കത്തില്ല. പിതാക്കന്മാർ ആ 3 പൊതു സുന്നതദോസുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും അത് നമ്മുടെ കുദാശകളിലെല്ലാം നമ്മൾ വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ വിശ്വാസ പ്രഖ്യാപനങ്ങൾ പല സ്ഥലങ്ങളിലും നടത്തുന്നുണ്ട്. അപ്പോൾ ആ വിശ്വാസങ്ങൾ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അതിലേക്ക് പിതാക്കന്മാർ കൈമാറിത്തരാത്ത ഒന്നിനെ കൊണ്ടൊന്ന് കയറ്റി വയ്ക്കാൻ നോക്കുകയാണ്. അതാണ് പാശ്ചാത്യ സുവിശേഷത്തിൻ്റെ പേടിപ്പിച്ച ആളുകളെ പേടിപ്പിക്കുന്ന രീതിയാണ്. സുറിയാനി സഭയുടെ വിശ്വാസം സ്നേഹാധിഷ്ഠിതമായ ദൈവീകരണമാണ്, തിയോസിസ്. അവനോട് തുല്യം നാം ആവാൻ നമ്മെപ്പോലെ അവനായി തിരുവിഷ്ടത്താൽ നരനായി. അങ്ങനെയാണ് അതിൻ്റെ ഗീതത്തിൻ്റെ ഈണം എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അതാണ് സഭയുടെ വിശ്വാസം. അതുപോലെ തന്നെ ദൈവമുയർത്തു മഹത്വത്തോടെ ആദാമിനെയും തൻ മക്കളെയും ജീവിപ്പിച്ചു. അപ്പോൾ ആ ഗീതത്തിലൊക്കെ കൃത്യമായ അർത്ഥങ്ങളുണ്ട്, ആഴമായ അർത്ഥങ്ങളുണ്ട്. അത് നമ്മൾ ഓരോ സദറകൾ പ്രാർത്ഥിക്കുമ്പോഴും അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ആശാഴ്ചയുടെയൊക്കെ ഇതൊക്കെ വായിക്കുമ്പോൾ ആ സദറകളിലെല്ലാം കൃത്യമായിട്ടുണ്ട്. ഒരിക്കലും ഒരു കൂട്ടുകാരനുമായിട്ട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അവിടെ ഇങ്ങനെ എഴുതി വച്ചേക്കുകയാണ്, മുന്തിരിത്തോട്ടത്തിനെ അത് നട്ടുണ്ടാക്കി അതിനെ ചെന്നപ്പോഴേക്കും കൊന്നുകളഞ്ഞു. അവിടെ കൊന്നുകളഞ്ഞില്ലെന്ന് ചോദിക്കുകയാണ്. യേശു കൊന്നുകളഞ്ഞു, അങ്ങനെ പറയുകയാണ്, യേശു കൊന്നുകളഞ്ഞു. അങ്ങനെയല്ല, അത് കൃത്യമായിട്ട് അവിടെ സഭയുടെ സ്ഥാപനത്തെക്കുറിച്ച് അവർ ക്രൂശിച്ചു കൊന്നു എന്ന് പറഞ്ഞിട്ട് ആ പ്രാർത്ഥനയിൽ കൃത്യമായിട്ട് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ആ സഭയുടെ സ്ഥാപനത്തെക്കുറിച്ച് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് ആ പ്രാർത്ഥനയിലുണ്ട്. അതുപോലെയാണ് ഓരോ കാര്യങ്ങളും സഭയുടെ സത്യവിശ്വാസം എഴുതി കൈമാറി കിട്ടിയ പ്രാർത്ഥനകളിൽ കൃത്യമായിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും വഞ്ചിക്കപ്പെട്ടു പോകരുത്. ആരാണ് നമ്മുടെ കർത്താവ്? മോറാൻ യേശുമിശിഹയാണ് നമ്മുടെ കർത്താവെന്ന് മനസ്സിലാക്കുക. സഭയുടെ വിശ്വാസം തൃത്വവിശ്വാസമാണ്. അത് പിതാക്കന്മാർ 3 പൊതു സുന്നതദോസുകളിലൂടെ കൈമാറി തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുക. ഇവിടുന്നും മുറിവാക്യം എടുത്ത് പഠിപ്പിക്കുന്നത് സഭയുടെ രീതിയല്ല. തെറ്റായ പാട്ടുകൾ പാടുന്നത് സഭയുടെ രീതിയല്ല. അതെല്ലാം വിശ്വാസ വിപരീതമാണ്. അറിയോസിനെ പോലെ അല്ലെങ്കിൽ ചെറിയ വാക്കുകളൊക്കെ പറഞ്ഞതിനാണ് ഇതൊക്കെ പറ്റിയത്. അപ്പോൾ ശപിച്ച് തള്ളിയെങ്കിൽ നമ്മളും ഈ പാട്ടുകൾ പാടുമ്പോൾ അറിഞ്ഞോ അറിയാതെയും സത്യവിശ്വാസം തള്ളി പറയുന്നുണ്ട്. നമ്മൾ പഠിക്കുക, കൂടുതലായിട്ട് പഠിക്കുക. ഞാനും അതുപോലെ തന്നെ സഭയുടെ പ്രാർത്ഥനകളും ഇതൊക്കെ പഠിക്കുകയാണ്. ഇതുപോലുള്ള സഭയുടെ പുസ്തകങ്ങൾ നമുക്ക് കിട്ടും. അതെല്ലാം മേടിച്ച് അതിനെ സഭയുടെ കൂദാശകളോട് ചേർന്ന് പഠിക്കുക. താങ്ക് യു.